കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഒരു കാര്യം ഞാൻ പറയട്ടെ. യേശുവിനെ ഏതെങ്കിലും ഒരു മതസ്ഥാപകനായിട്ടോ അഥവാ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ദൈവമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം വിടുതലും സൗഖ്യവും കൊടുക്കുന്നവനായിട്ടോ മാത്രം നമ്മൾ കാണരുത്. നമ്മളെല്ലാവരും ദൈവത്തെ നമുക്കറിയില്ല. ദൈവത്തെക്കുറിച്ച് പല തെറ്റായ ധാരണകളാണ് ഇന്ന് വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്. ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം കണ്ടാൽ അതിന് തക്ക ശിക്ഷ നൽകി ദ്രോഹിക്കുന്ന ഒരു ദൈവമായിട്ട് ഇന്ന് മനുഷ്യൻ ദൈവത്തെ കാണുകയാണ്. എന്നാൽ യേശു കർത്താവ് താൻ ഈ ലോകത്തിൽ വന്ന് ദൈവം സ്നേഹമാണെന്ന് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി. ദൈവം നമ്മുടെ പിതാവാണെന്ന് യേശു കർത്താവ് വെളിപ്പെടുത്തി. ഇന്ന് മുരിക്കാശ്ശേരിയിൽ കർത്താവിൻ്റെ ദാസൻ തോമസ് ഊട്ടി ബ്രദർ ചെയ്ത വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് അഥവാ യേശുവിനെക്കുറിച്ച് എന്തെങ്കിലും തെറ്റായ ധാരണകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറി എൻ്റെ ഏത് ആവശ്യങ്ങൾക്കും എൻ്റെ ഏത് വിഷയത്തിനും എൻ്റെ യേശു മതിയായവനാണ്, എന്നെ സഹായിക്കുവാൻ മനസ്സുള്ള ഒരു കർത്താവാണ് യേശു എന്നുള്ളതായ ആ സത്യം ഇന്ന് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ വീണ്ടും ഓർപ്പിക്കാം, യേശു വന്നത് ദൈവത്തെക്കുറിച്ചും ദൈവ പദ്ധതികളെക്കുറിച്ചും നമ്മളെ അറിയിക്കുവാനാണ്. ഇന്ന് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞുപോലെ എന്നിൽ പൊഴിഞ്ഞു വീണു, അത് മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. അത് മഞ്ഞുപോലെ എന്നിൽ പൊഴിഞ്ഞു വീണു, അത് മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ എന്നെ വിട്ടുമാറുകില്ല. ഓ, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. ഓ, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞുപോലെ എന്നിൽ പൊഴിഞ്ഞു വീണും, അത് മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. അത് മഞ്ഞുപോലെ എന്നിൽ പൊഴിഞ്ഞു വീണും, അത് മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ എന്നെ വിട്ടുമാറുകില്ല. ദൈവവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ ദൈവത്തിന്റെ വചനമായിരുന്നു എന്നാണ്. വചനം എന്ന് പറയുമ്പോൾ ബൈബിൾ എന്നോ ഒരു പുസ്തകത്തിൽ എഴുതിയ കുറെ അക്ഷരങ്ങളെന്നോ അല്ല അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ പേരാണ് ദൈവവചനം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, അവന് ദൈവവചനം എന്ന പേര്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെക്കുറിച്ച് പല ആൾക്കാരും പലതും എഴുതി. ദൈവത്തെക്കുറിച്ച് ലോകമെങ്ങും പലർക്കും പല ഐഡിയകളുണ്ട്.
പറഞ്ഞതൊന്നും തെറ്റല്ല. ദൈവം സർവശക്തനാണ്, ദൈവം സർവവ്യാപിയാണ്, ദൈവം കരുണാമയനാണ്, ദൈവം നീതിമാനാണ്, ദൈവം സൃഷ്ടിതാവാണ്. നിരവധി അറിവുകൾ ലോകത്തിലെ പല മതങ്ങളിലും ജനസമൂഹങ്ങളിലും നിലനിന്നിരുന്നു. ദൈവത്തെ മനുഷ്യർക്കറിയാമായിരുന്നു. അപ്പം തന്നെ ദൈവത്തെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകളും മനുഷ്യനുണ്ടായിരുന്നു. ദൈവം സൃഷ്ടിതാവാണെന്ന് പലരും അറിഞ്ഞപ്പോൾ തന്നെ ദൈവം സൃഷ്ടിച്ച പലതിനെയും ദൈവമാണെന്ന് കരുതിയവരും ഉണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യഹൂദൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ജനത്തെ ദൈവം വിളിച്ചു. ദൈവം തന്നെക്കുറിച്ചുള്ള അറിവുകൾ അവർക്ക് കൊടുത്തു. പക്ഷേ യഹൂദനും ദൈവത്തെ പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. യഹൂദന്മാരുടെ മധ്യത്തിലെ പല ദീർഘദർശികളും മോശയെ പോലുള്ള ആൾക്കാരും ദൈവത്തെക്കുറിച്ച് പലതും എഴുതി. പക്ഷെ അവയിലൊന്നും ദൈവത്തെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ അറിവ്, ദൈവം ആരാണ് എന്ന് പൂർണ്ണമായി വെളിപ്പെട്ടില്ല. ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം, ദൈവത്തെ വാസ്തവമായി വെളിപ്പെടുത്തുവാൻ പഴയ നിയമ ഗ്രന്ഥങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു, ഞാൻ എന്നെ തന്നെ എൻ്റെ ജനത്തിന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് അക്ഷരങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും അല്ല. ദൈവം ഒരു പുസ്തകം എഴുതി. അത് മഷി കൊണ്ടല്ല, തൂവല് കൊണ്ടല്ല, പേന കൊണ്ടല്ല, പേപ്പറിലല്ല. അത് മാംസം ധരിച്ചിവിടെ ഇറങ്ങി വന്നു. അതത്രേ കർത്താവായ യേശു ക്രിസ്തു. അതിനെക്കുറിച്ചാണ് യോഹന്നാൻ 1:1-14 നമ്മൾ വായിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. മറ്റൊരു വേർഷനിൽ ഇങ്ങനെയാണ്, വചനം മാംസം ധരിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കണ്ടത് അവന്റെ ഉടുപ്പ് മാത്രമാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ അദൃശ്യനായ ദൈവത്തെ ദൃശ്യമണ്ഡലത്തിൽ മാംസത്തിൽ വെളിപ്പെടുത്തിയത് അത്രേ ക്രിസ്തു. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദേവനല്ല, മറിച്ച് ദൈവം ഒന്നേ ഉള്ളൂ. സകല മനുഷ്യരുടെ അന്തരാത്മാവിൽ അറിയാം, ഒരു ദൈവമേ ഉള്ളൂ, ഒരു ഈശ്വരനേ ഉള്ളൂ. ആ ഈശ്വരൻ മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ തന്നെ താൻ വെളിപ്പെടുത്തി. അതത്രേ കർത്താവായ യേശു ക്രിസ്തു. അവൻ ക്രിസ്ത്യാനികളുടെ ദേവനല്ല, അവനൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആളുമല്ല. സൂര്യൻ ഒരു മതത്തിൻ്റെയും അല്ലാത്തതുപോലെ തന്നെ നീതി സൂര്യനായ യേശുവും ഒരു മതത്തിൻ്റെയും അല്ല. ഹല്ലേലൂയ. അവൻ സകലരുടെയും ദൈവമാണ്. അവൻ എല്ലാവർക്കും വേണ്ടി വെളിപ്പെട്ടതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 നമ്മളിങ്ങനെ വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, യേശുവിനെ ഏവനും വേണ്ടി നൽകിയതാണ്. വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ആരെ സ്നേഹിച്ചു? ആരെ സ്നേഹിച്ചു? ഇന്ത്യയെ സ്നേഹിച്ചെന്നല്ല, അമേരിക്കയെ സ്നേഹിച്ചെന്നല്ല, ഇസ്രായേലിനെ സ്നേഹിച്ചെന്നല്ല, ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് പഴയ നിയമത്തിൽ വെളിപ്പെട്ടില്ല. ദൈവം മനുഷ്യന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്ന ഒരു പിതാവാണെന്ന് പഴയ നിയമത്തിൽ വെളിപ്പെട്ടില്ല. ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്നവനാണെന്നും പാപിക്ക് ശിക്ഷ കൊടുക്കുന്നവനാണെന്നും പാപിയെ നീതിയോടെ ന്യായം വിധിക്കുന്നവനാണെന്നും മാത്രമേ പഴയ നിയമത്തിൽ വെളിപ്പെട്ടു. എന്നാൽ ആ ശിക്ഷ സ്വയം ഏറ്റെടുക്കുന്ന ഒരു പിതാവാണ് ദൈവം എന്ന് വെളിപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഞാൻ മറ്റൊരു വിധത്തിൽ പറയും, ദൈവത്തിൻ്റെ ഓട്ടോ ബയോഗ്രഫിയാണ് യേശു ക്രിസ്തു. ദൈവം എഴുതിയ ആത്മകഥയാണ് യേശു ക്രിസ്തു. ദൈവം സ്വന്തം കഥ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി കാണിച്ചു. അതത്രേ കർത്താവ്. അവൻ ദൈവത്തെ വെളിപ്പെടുത്തി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ്? അതായിരിക്കും ഇന്നത്തെ സന്ദേശം. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ മാനവജാതിക്ക് വെളിപ്പെടുത്തുക. ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും നീക്കി യഥാർത്ഥത്തിൽ ദൈവം ആരാണ്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, പാപിയോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം എന്താണ്, രോഗിയോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം എന്താണ്, തകർന്നവനോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം എന്താണ്, എല്ലാം ശൂന്യമായവനോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം എന്താണ്. ഒത്തിരി ചിന്താഗതികൾ നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മനോഭാവം അറിയണോ? യേശുവിൻ്റെ മനോഭാവം നോക്കിയാൽ മതി. അങ്ങനെ ദൈവത്തെ മാനവജാതിക്ക് വെളിപ്പെടുത്തുവാൻ ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നു. അതത്രേ ക്രിസ്തു. അതിനെക്കുറിച്ച് യോഹന്നാൻ 1:18 നമ്മൾ വായിക്കുന്നു. യേശു എന്തിനാ വന്നത്? ഒന്നാമത്തെ കാര്യം, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് മാനവജാതിക്ക് വെളിപ്പെടുത്തുവാനാണ് ആര് വന്നത്? യേശു കർത്താവ് വന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1:18 വാക്യം വായിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കുക. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല,
പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിലെ പല ഗ്രന്ഥങ്ങളിൽ യാക്കോബ് ദൈവത്തെ കണ്ടു, മോശ ദൈവത്തെ കണ്ടു എന്നൊക്കെ പലയിടത്തും നമ്മൾ വായിക്കുന്നുണ്ട്. മുൾപടർപ്പിൽ മോശ യഹോവയാം ദൈവത്തെ കണ്ടു. അതുപോലെ സീനായി പർവ്വതത്തിൽ ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ദൈവത്തെ കണ്ടു എന്നൊക്കെ വായിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളും വായിക്കുമ്പോൾ മുൾപടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൂതൻ എഴുതിയിരിക്കുന്നത്. അത് ദൈവമായിരുന്നില്ല, പിന്നെ ദൈവം അയച്ച ഒരു ദൂതനായിരുന്നു. ന്യായപ്രമാണം കൊടുത്തത് ദൈവമാണെന്നാണ് യഹോവയാം ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് പദ്ധതി. മനുഷ്യനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പദ്ധതി നിയമങ്ങൾ കൊടുക്കുകയാണെന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ നമ്മൾ വായിക്കുന്നു ദൂതന്മാർ മുഖേന ലഭിച്ച ന്യായപ്രമാണം. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തെ കണ്ടു എന്ന് അവർ വിചാരിച്ചത് പലതും ആര് മാത്രമായിരുന്നു? ദൈവത്തിൻ്റെ ദൂതന്മാർ മാത്രമായിരുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തെ ഒരു മനുഷ്യനും കാണാനൊക്കത്തില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിലെ ഒരു എഴുത്തുകാരനും ആരെ കണ്ടിട്ടില്ല? ദൈവത്തെ കണ്ടിട്ടില്ല. മോശ കണ്ടെന്ന് എഴുതിയിട്ടുണ്ട്, കാണേണ്ട പോലെ കണ്ടിട്ടില്ല. നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, പൊട്ടക്കണ്ണന്മാർ ആനയെ കാണാൻ പോയി എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ആന തൂണ് പോലെയാണെന്നും മുറം പോലെയാണെന്നും ചൂല് പോലെയാണെന്നും ഒക്കെ അവർ പറഞ്ഞു. കാലിൽ പിടിച്ചയാൾ തൂണ് പോലെയാണെന്നും വാലിൽ പിടിച്ചയാൾ ചൂല് പോലെയാണെന്നും ചെവിയിൽ പിടിച്ചയാൾ മുറം പോലെയാണെന്നും പറഞ്ഞൊരു കഥ കുഞ്ഞുനാളിൽ കേട്ടിട്ടുണ്ട്. ഇവരെല്ലാം പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, എന്നാൽ അത് പൂർണ്ണമായി ശരിയല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ അപൂർണമായ വെളിപ്പാടുകളുടെ മധ്യത്തിൽ പൂർണ്ണമായി ദൈവം തന്നെ വെളിപ്പെടുത്തിയതാണ് കർത്താവായ യേശു. അതിനെക്കുറിച്ച് എബ്രായ ലേഖനം 1:1 നമ്മളിങ്ങനെ വായിക്കുന്നു. എബ്രായ ലേഖനം 1:1 വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ദൈവം പണ്ട് ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്, ദൈവം ഭാഗമായി പിതാക്കന്മാരോട് പഴയ നിയമകാലത്ത് ദൈവം എങ്ങനെ അരുളി ചെയ്തത്? ഭാഗമായിട്ട്. ഇറ്റ് വാസ് എ പാർഷ്യൽ റെവലേഷൻ, പാർട്ട് ബൈ പാർട്ട്. ഒരു പാർഷ്യലായ വെളിപ്പാട് മാത്രമായിരുന്നു. ഓരോ ഭാഗങ്ങൾ മാത്രമേ മോശയ്ക്കും എലിയാവിനും യെശയ്യാവിനും ഒക്കെ വെളിപ്പെട്ടുള്ളൂ. അടുത്ത വാക്യം. ഈ അന്ത്യകാലത്ത് അഥവാ യേശു വന്നപ്പോൾ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പുത്രനിലൂടെ ദൈവം സ്വയം പൂർണ്ണമായി വെളിപ്പെടുത്തി. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഫൈനൽ ആൻഡ് കംപ്ലീറ്റ് റെവലേഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പരിപൂർണവും അവസാനത്തേതുമായ വെളിപ്പാടാണ് ആര്? യേശു ക്രിസ്തു. ദൈവത്തെ അറിയണമെങ്കിൽ ആരെ കണ്ടാൽ മതി? അതുകൊണ്ടാണ് ഒരിക്കൽ ഫിലിപ്പോസ് യേശുവിനോട് ചോദ്യം ചോദിച്ചു. ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ യോഹന്നാനാണ് വെളിപ്പെടുത്തിയത്. യേശു ക്രിസ്തുവിൻ്റെ മാർവിൽ ചാരി യേശുവിനെ രുചിച്ചറിഞ്ഞ ശിഷ്യനായ യോഹന്നാനാണ് തൻ്റെ ആ ദൈവത്വം പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് വെളിപ്പെടുത്തിയത്. യോഹന്നാന്റെ സുവിശേഷം 14 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ഈ ശിഷ്യന്മാരുടെ കൂടെ നാളുകളായി നടക്കുകയാണ്. ആ സമയത്ത് കർത്താവായ യേശു 14:1 മുതൽ വായിക്കുമ്പോൾ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, പിതാവിൻ്റെ അടുക്കൽ ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശുവിനോട് ശിഷ്യന്മാർ പറഞ്ഞു, ഈ ഫിലിപ്പോസ് പറഞ്ഞു, ഈ പിതാവിനെ ഞങ്ങൾക്കൊന്ന്, ആർക്കാണ് ഇഷ്ടമില്ലാത്ത ദൈവത്തെ കാണാനല്ലേ, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്തുവാ യേശു ചോദിച്ചാൽ ഞാൻ കാണിക്കാമെന്നാണോ പറഞ്ഞത്? പിന്നെന്തുവാ? ഞാൻ ഐ ആം. പഴയ നിയമത്തിലെല്ലാം ഐ ആം എന്ന് പറഞ്ഞ് ഒരുവനേ ഉള്ളൂ, അത് യഹോവയാം ദൈവം മാത്രമാണ്, അത് പിതാവാം ദൈവം മാത്രമാണ്. ആ ദൈവം തമ്പുരാൻ തന്നെയാണ് ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതുവരെയും ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? അടുത്ത വാക്യം. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. വേറൊരു വേദഭാഗത്ത് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ശ്രദ്ധിക്കാം, ഈ ദൈവം എന്ന് പറയുന്നത് ദൈവത്വത്തിൽ ഒരു വലിയ മർമ്മമുണ്ട്. 3 ദൈവമില്ല, പക്ഷെ ഒരു ദൈവത്തിൽ 3 ആളത്വങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഒരിക്കലും ഈ ദൈവത്തിൽ ഉള്ള 3 ആളത്വങ്ങൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അവരുടെ ഐഡന്റിറ്റി ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നില്ല. അപ്പോൾ തന്നെ അവരൊന്നാണ്.
ആ വലിയ മാർമിക സത്യത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അവരിൽ ഇരു വ്യക്തിത്വങ്ങളും തമ്മിൽ ഒരു ഭിന്നതയുമില്ല. പെർഫെക്റ്റ് യൂണിറ്റി, പെർഫെക്റ്റ് യൂണിറ്റി. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഐക്യത ഒരിടത്തേ ഉള്ളൂ. അതെവിടെയാണ്? ദൈവത്തിലാണ്. ഹല്ലേലൂയ. അവരിൽ ഒരാളെ എപ്പോഴും മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തും. പിതാവ് ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവ് എല്ലാ കാര്യങ്ങളും പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ പുത്രൻ പറയാണ്, പിതാവ് വെളിപ്പെടുത്താതെ, പിതാവ് കാണിച്ചു തരാതെ ഒന്നും എനിക്ക് ചെയ്യാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ പുത്രൻ പറയാണ്, ഞാൻ എല്ലാം നിങ്ങളോട് പറയുന്നില്ല, വേറൊരു കാര്യസ്ഥൻ വരും, അതെൻ്റെ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഞാൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്തതും പിതാവ് അയച്ചു തരുന്നതുമായ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, ഒരു ശക്തി എന്നല്ല, ഒരു വ്യക്തി, ആ മൂന്നാമനായ വ്യക്തി, അവൻ വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ തന്നെ പറയാണ്, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്തു തരുന്നതിനാൽ അവൻ എന്നെ മഹത്വപ്പെടുത്തും. നോക്കൂ, ഇതുപോലെ 3 പേര് തമ്മിൽ പെർഫെക്റ്റ് യൂണിറ്റിയിൽ ഒരാളെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ഈ ഐക്യതയാണ് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ജീവിതത്തിൽ, സഭയ്ക്കുള്ളിൽ, സമൂഹത്തിൽ ഒക്കെ വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അവർ 3 പേരും തമ്മിൽ ഒരു ഈഗോ പ്രോബ്ലം ഇല്ല, പെർഫെക്റ്റ് യൂണിറ്റിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക, പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും തമ്മിൽ ഒന്നാകണം. നാം ഒന്നായിരിക്കുന്ന നമ്മൾ തമ്മിൽ ഒരു ഈഗോ പ്രോബ്ലം ഇല്ല. ഓരോരുത്തരുടെയും ദൗത്യം, പിതാവിൻ്റെ ദൗത്യത്തിന് പുത്രനും പരിശുദ്ധാത്മാവും കൂടെ നിൽക്കുമ്പോൾ, പുത്രൻ്റെ ദൗത്യത്തിന് പിതാവും പരിശുദ്ധാത്മാവും കൂടെ നിൽക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യത്തിന് പിതാവും പുത്രനും കൂടെ നിൽക്കുമ്പോൾ, അപ്പോൾ തന്നെ അവർ ഒന്നായി ചേർന്ന് നിൽക്കുന്ന അത്ഭുതകരമായ യൂണിറ്റി. ഹല്ലേലൂയ. അവർ തമ്മിലൊരു ഫെലോഷിപ്പ് ഉണ്ട്, അപ്പോൾ തന്നെ ഒന്നാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അനേകർക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നെന്നും പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നെന്നും ആ സ്നേഹത്തിൻ്റെ പെർഫെക്ഷൻ, ഐക്യതയുടെ പെർഫെക്ഷൻ, കൂട്ടായ്മയുടെ പെർഫെക്ഷൻ വെളിപ്പെട്ടിരിക്കുകയാണ് ദൈവത്തിൽ. ആ ദൈവത്തെ ഇവിടെ വെളിപ്പെടുത്തിയതാണ് കർത്താവായ യേശു. യേശു ഇവിടെ വന്നപ്പോൾ ക്രിസ്ത്യാനി എന്നൊരു വിഭാഗമില്ല, ക്രിസ്തു മതവുമില്ലല്ലോ. കർത്താവ് ദൈവത്തെ ഇവിടെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയത്, ഒന്നാമത് വെളിപ്പെടുത്തിയത് ദൈവം ആരാണ്. എന്താണ് യേശു ആദ്യം വെളിപ്പെടുത്തിയ കാര്യം? ദൈവം ആരാണ്. 2, യേശു വെളിപ്പെടുത്തിയ രണ്ടാമത്തെ കാര്യം, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവായ യേശു പീലാത്തോസിന്റെ മുമ്പിൽ ഒടുവിൽ വിധിക്കപ്പെടുവാൻ നിൽക്കുമ്പോൾ പീലാത്തോസ് പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 19:5. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ. ആ മനുഷ്യൻ ഇതാ. ഇംഗ്ലീഷിൽ ഇരിക്കുന്ന ബിഹോൾഡ് ദ മാൻ. പീലാത്തോസിന്റെ അതരം കൊണ്ട് പറഞ്ഞതാണെങ്കിലും അവിടെ ഒരു ദൈവ പദ്ധതി ഉണ്ടായിരുന്നു. ഇതാ മനുഷ്യൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇതാ മനുഷ്യൻ, ഇതാ ദൈവം, ഇതാ മനുഷ്യൻ. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു മനുഷ്യൻ എന്തായി തീരണം അത് സ്വഭാവത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും വെളിപ്പെടുത്തിയതും യേശുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ സമ്മേളിച്ചതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹി ഈസ് പെർഫെക്റ്റ് ഗോഡ് ആൻഡ് ഹി ഈസ് പെർഫെക്റ്റ് മാൻ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, ദൈവത്തെ കാണണോ യേശുവിനെ നോക്കിയാൽ മതി. വീണ്ടും ഒന്നുകൂടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ, മനുഷ്യൻ എന്താകണമെന്നറിയണോ യേശുവിനെ നോക്കിയാൽ മതി. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ പറയണം, നാം അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ അവൻ നമുക്ക് ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. പൗലോസ് ശ്ലീഹ തന്റെ ശുശ്രൂഷ എന്തിനാണ് എന്ന് പറയുമ്പോൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-ാം വാക്യം വായിക്കപ്പെടുന്ന ശ്രദ്ധിക്കുക. എന്തിനാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്? എന്തിനാണ് മനുഷ്യരെ എന്താക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്? ക്രിസ്ത്യാനിയാക്കാനാണോ? ക്രിസ്തുമതത്തിലാക്കാനാണോ? സ്വർഗീയവിരുന്നിലാക്കാനാണോ? എന്താണ് ക്രൈസ്തവ ശുശ്രൂഷയുടെ ലക്ഷ്യം? നമുക്ക് നോക്കാം. കൊലോസ്യർ 1:28. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, ആരെ? ക്രിസ്തുവിനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്, ഒരു തികഞ്ഞ മനുഷ്യനാക്കാനാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ക്രിസ്തു വെളിപ്പെടുത്തിയ തികഞ്ഞ മനുഷ്യത്വം, ക്രിസ്തു വെളിപ്പെടുത്തിയ തികഞ്ഞ പുരുഷത്വം, ക്രിസ്തു വെളിപ്പെടുത്തിയ യഥാർത്ഥ മനുഷ്യത്വം.
സ്നേഹം നിറഞ്ഞ മനുഷ്യത്വം, കരുണ നിറഞ്ഞ മനുഷ്യത്വം, ത്യാഗപൂർണമായ മനുഷ്യത്വം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യത്വം, സ്വാർത്ഥത ഒട്ടുമില്ലാത്ത മനുഷ്യത്വം, കനിവുള്ള മനുഷ്യത്വം, ദൈവം കണ്ട മനുഷ്യൻ, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, ദൈവം മാനവജാതിക്ക് കാണിച്ചിരുന്ന മോഡൽ മാൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹാർട്ടിനൊരു പ്രശ്നമായിട്ട് പൈനാവ് മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും ഒക്കെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന, ചുരുക്കമായിട്ട് എന്നോട് പറഞ്ഞുള്ളൂ, ഇപ്പോൾ ആരോ ഒരാൾ വന്ന് കൈ പിടിച്ച് മുകളിലേക്ക് ഉയർത്തുന്ന പോലെ തോന്നി. കൈ ഉയർത്തത്തില്ലായിരുന്നു, കൈ ഉയർത്തി പൂർണ്ണമായിട്ട് സൗഖ്യമായി. ഓ ജീസസ്. ഒരാൾ വന്ന് കൈ പിടിച്ച് ഉയർത്തുന്നതായിട്ട് ഫീൽ ചെയ്തോ? അതെ, എനിക്ക് ശങ്കരവേനായിട്ട് പൈനാവ് ആശുപത്രി ചെന്നപ്പം ദീപേഷ് സാർ പറഞ്ഞു കോട്ടയത്ത് പോയി ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു 2 മാസമായി പൈനാവിലെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് കോട്ടയത്തിന് പോകാൻ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കാരണം പോയില്ല. അന്നേരം ഇങ്ങനെ ഇവിടെ ഒരു ധ്യാനമുണ്ടോയെന്ന് അറിഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം പ്രാർത്ഥിച്ച് കൈ കൊട്ടിക്കാൻ നേരത്ത് കൈ കൊട്ടുമ്പോഴൊക്കെ ഇവിടെ നിന്ന് എന്തോ ഭയങ്കര പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞ് കൈ ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ ഉയർത്തിപ്പിടിച്ച കൈ തന്നെ ഇങ്ങനെ താങ്ങി കസാരയുടെ ഇവിടെ വെച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ താങ്ങി വെച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ കയ്യിൽ ആരാണ്ടോ പിടിച്ചിങ്ങനെ വലിച്ചിങ്ങനെ പൊക്കും പോലെ തോന്നി. ഈ കയ്യല്ല. അത് കഴിഞ്ഞ് ഈ കയ്യിൽ ഇങ്ങനെ പയ്യെ 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 പൊക്കി ഈ കയ്യേക്കാളും ഉയരത്തിൽ ഈ കൈ ഇങ്ങനെ പൊക്കാൻ പറ്റി. ഈ വശത്തായിരുന്നു. കൈ ഉയരത്തില്ലായിരുന്നോ? ഇല്ല. എത്ര നാളായിട്ട്? ഒരു 3-4 മാസമായി തുടങ്ങിയിട്ട്. ഒരു കരം വന്ന് കൈ ഉയർത്തുന്നതായിട്ട് ഫീൽ ഉയർത്തി. അത് കഴിഞ്ഞപ്പോൾ ഈ കൈ ഇങ്ങനെ പയ്യെ പിടിച്ചിങ്ങനെ ഈ കയ്യേക്കാളും ഉയരത്തിൽ ഇങ്ങനെ പൊക്കി. അത് ആരായിരിക്കും ഉയർത്തി? യേശു തന്നെ കരം. ഈ അച്ഛൻ രാജാക്കാട് നിന്നാണ് വരുന്നത്. എൻ്റെ പെടലി 2 സൈഡിലേക്കും തിരിക്കാനായിട്ട് പ്രയാസമുണ്ടായിരുന്നു, കൈ ഉയർത്താൻ പ്രയാസമുണ്ടായിരുന്നു. അപ്പച്ച എത്ര നാളായിട്ട് ഈ പ്രശ്നമുണ്ട്? ഇതിപ്പോൾ 1 കൊല്ലത്തോളമായി. ഇന്നെന്താ അനുഭവം? ഇന്നിപ്പോൾ ഞാൻ അവിടെ നിന്നോട് കൈ വെച്ചോളാൻ പറഞ്ഞു. കൈ വെച്ചപ്പോൾ എൻ്റെ പുറത്ത് ഇങ്ങനെ തടകുന്ന കോട്ട് എൻ്റെ ഇവിടെ പുറത്ത് പെടലിക്കൊന്ന് താഴോട്ട് ഇങ്ങനെ തടകി. ആര്? കർത്താവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ഇവിടെ നിൽക്കുന്ന ആരും കൈവച്ചില്ല? ഇല്ല. യേശു വന്ന് കൈവച്ച് തടവുന്ന അനുഭവം ഉണ്ടായി. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ വളരെ ആശ്വാസമുണ്ട്. വേദനയില്ല. ഇപ്പൊ വേദനയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഒട്ടും വേദനയില്ല. നല്ല ഇതായി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെടലി അങ്ങനെയൊക്കെ ഇട്ട് ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഒന്നോട് നനക്കിക്ക്. ഒരു കുഴപ്പമില്ല. കാരം അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, എത്ര അത്ഭുതകരമായ 2 സാക്ഷ്യങ്ങളാണ് നമ്മളിന്ന് കേട്ടത്, നമ്മൾ കണ്ടത്. ആ സഹോദരി തൻ്റെ എത്ര കഴിവുകൊണ്ട് ശ്രമിച്ചിട്ടും തൻ്റെ കൈ ഉയർത്താൻ തനിക്ക് സാധിച്ചില്ല. താൻ അതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പലരെയും ആശ്രയിച്ചു. എന്നാൽ അവർക്കാർക്കും തൻ്റെ കൈ ഉയർത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു കർത്താവ് ആ സഹോദരിയുടെ കയ്യിൽ തൊട്ട് ആ കൈ ഉയർത്തി. പ്രിയപ്പെട്ടവരെ, യേശു നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നവന്. അതുപോലെ ആ അപ്പച്ചൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? ശരീരത്തിൽ ഷോൾഡറെല്ലാം വേദനയായിരുന്നു, കഴുത്തനക്കാൻ വയ്യായിരുന്നു. ആ ഭാഗത്ത് എൻ്റെ യേശു കർത്താവ് ഒന്ന് തടവി ആ മകനെയും കർത്താവ് സൗഖ്യമാക്കി. ഈ സൗഖ്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് എന്താ? നമ്മുടെ ഏത് അവസ്ഥയിലും നമ്മെ വിടുവിക്കുവാൻ മനസ്സുള്ളവനാ കർത്താവ്. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശു കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഈ ലോകത്തിൽ വന്നത് ഞങ്ങളെ രക്ഷിക്കാനാണല്ലോ. എൻ്റെ കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വളരെയേറെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. എൻ്റെ യേശുവേ, അങ്ങേക്ക് വിടുവിക്കാൻ പറ്റാത്ത ഒരു വിഷയവും ഇവരുടെ ജീവിതത്തിലില്ല. എൻ്റെ കർത്താവിൻ്റെ കരം ഇവരെ തൊടണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വഴികളും വാതിലുകളും ഇവർക്ക് വേണ്ടി ഇപ്പോൾ തന്നെ തുറക്കപ്പെടട്ടെ. ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ. എൻ്റെ കർത്താവ്, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണല്ലോ. എൻ്റെ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തി ഇപ്പോൾ തന്നെ ഈ രോഗത്താൽ കാണുന്നവരുടെ മേൽ ഇപ്പോൾ തന്നെ തുടരണമേ. രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അഴിയട്ടെ. ആസ്മ രോഗം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
ആ ബൈപ്പാസ് സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മുട്ടിൻ്റെ ചിരട്ട മാറി വെക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രോബ്ലം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ, സൗഖ്യമാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ കരം ഓരോരുത്തരെയും തൊടുന്നതിനായി സ്തോത്രം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം നടക്കട്ടെ. എൻ്റെ കർത്താവെ അങ്ങ് വിടുവിച്ചതിനായി നന്ദി, സൗഖ്യമാക്കിയതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति. चरणों में आकर हाथ उठाकर करते हैं तेरे